ഹായ്, ഇന്ന് ചക്ക കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ കുറച്ച് പാലും പഞ്ചാരയും ഇട്ട് അടിച്ചെടുത്ത് വെച്ച്, പിന്നെ കോൺഫ്ലവറിനകത്ത് കുറച്ച് പാലൂടെ കലക്കി നല്ലപോലെ മാറ്റി വെച്ച്, പിന്നെ ചക്ക അരച്ചത് ഒരു പാനിനകത്തോട്ടിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കിയിട്ട് ഈ കോൺഫ്ലവറും അതിനകത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്ന്. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ഞാൻ ചേർത്ത്, അത് വേണമെന്നില്ല, ഞാൻ ചേർത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യാൻ ഫ്രീസറിൽ വെച്ച്. പിന്നെ ഒരു മാംഗോ പുഡിങ്ങും കൂടെ ഉണ്ടാക്കി. അതും ഈ ചക്ക പുഡിങ് പോലെ തന്നെയാണ്. പിന്നെ മാംഗോ പുഡിങ്ങിനകത്ത് കുറച്ച് വ്യത്യാസം വരുത്തിയത്, പാൽപ്പൊടിക്കകത്ത് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് അത് ഈ മാംഗോ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിങ്ങനെ ബൈറ്റ് ചെയ്ത് കഴിക്കാൻ നല്ലതാണല്ലോ എന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ വിചാരിച്ച് ഇടണ്ടാന്ന്. പക്ഷെ അത് ഇട്ടതുകൊണ്ട് സൂപ്പറായിരുന്നേ. ഇടാതെ കഴിച്ചിട്ടൊരു ഇതില്ലായിരുന്നു. പിന്നെ എനിക്ക് ചക്ക പുഡിങ്ങാണ് ഇഷ്ടപ്പെട്ടത്, പിള്ളേർക്കും ചക്ക പുഡിങ്ങാണ് ഇഷ്ടപ്പെട്ടത്. മാംഗോയും കൊള്ളാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.